നമസ്കാരം. സംഖ്യകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കാം. എവരും ഈ തന്നിരിക്കുന്നതായ ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. ആദ്യത്തെ നമ്പർ 7 രണ്ടാമത്തെ നമ്പർ 9 ആകുന്നു. ഈ രണ്ട് നമ്പറുകളിൽ ഒരു നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 7 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശക്തമായ മനസ്സുള്ളവരാണ് നിങ്ങൾ. ഏത് കാര്യമാണ് എങ്കിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നവരാണ്. കാരണം ആത്മബലമുള്ളതിനാൽ തന്നെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നവരുമാണ് ഇവർ. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ. പലപ്പോഴും അത്തരത്തിലുള്ള പല ശ്രമങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നവരാണ് എന്ന് കൂടി പരാമർശിക്കാം. കൂടാതെ സാഹസികപരമായ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ കാരണമായി തീരാം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ അത്തരം കാര്യങ്ങൾ, സാഹസികപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. ചങ്കൂറ്റത്തോടെ തന്നെ കാര്യങ്ങൾ തുറന്ന് പറയുവാൻ മടിയില്ലാത്തവരാണ് ഇവർ. ചങ്കൂറ്റത്തോടെ ഏത് കാര്യവും തുറന്ന് പറയുകയും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ, കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നവരുമാണ്. സ്വാധീന ശക്തിയുള്ളവരാണ് ഇവരുടെ പ്രത്യേകത. ഏത് കാര്യവും തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ ഇത് പാഴായി പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പൊതുവിൽ സ്വാധീന ശക്തി ഉള്ളവർ തന്നെയാണ് ഇവർ. മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ പല അവസരങ്ങളിലും ഇവർക്ക് സാധിക്കുന്നു എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ, തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും. അത് ഇവരുടെ പെരുമാറ്റത്താലോ സംസാരത്താലോ സംഭവിക്കുന്നതായ കാര്യങ്ങളാകുന്നു. അഭിപ്രായങ്ങൾ പലപ്പോഴും വെട്ടിത്തുറന്ന് പറയുവാൻ സാധിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. തന്മൂലം ചില നഷ്ടങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ബിസിനസ് പരമായി നോക്കുകയാണ് എങ്കിൽ പൊതുവെ റിസ്ക് എടുക്കുവാൻ താല്പര്യപ്പെടുന്നവരാകുന്നു. എന്നാൽ ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഇവർ ഇത് കാര്യമാക്കാറില്ല എന്നതാണ് വാസ്തവം. പിന്നീടും മുന്നോട്ട് പോകുന്നവർ തന്നെയാകുന്നു. ചിലരുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്വന്തം കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും എങ്കിൽ പോലും ചിലപ്പോൾ നിരാശയാണ് ഫലമായി വന്നു ചേരുക. എന്നാൽ അതിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരാവുന്നതാകുന്നു. അഭിപ്രായങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ വിനയായി മാറാറുണ്ട് എന്നതും വാസ്തവമാണ്. ചില തെറ്റുകൾ സംഭവിക്കാം. ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്നതും ഓർക്കേണ്ടതായ കാര്യമാകുന്നു. എളുപ്പത്തിൽ മറ്റുള്ളവരെക്കാൾ മുന്നിൽ എത്തുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നവർ എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. പലപ്പോഴും അതിന് മറ്റുള്ളവർക്ക് സാധിക്കാറില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങൾക്ക് അത് സാധിക്കുന്നവരും ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ചില അബദ്ധങ്ങൾ പിണയും എങ്കിൽ പോലും പൊതുവെ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രശംസ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാകുന്നു.
സ്വതന്ത്ര ചിന്താഗതി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നതും വാസ്തവമാണ്. ചില പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ചില സമയങ്ങളിൽ ചില വ്യക്തികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നത് നിങ്ങൾ നേരിടുന്നതായ ചില പ്രശ്നങ്ങളാകുന്നു. എന്നാൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. ഭാവിയിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന വിവാഹം തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. സ്വാതന്ത്ര്യത്തോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ്. അത്തരം ചില തീരുമാനങ്ങൾ ഇനിയും കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാകുന്നു. ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾ താൽക്കാലികമാണ് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച സൗഭാഗ്യങ്ങൾ തേടി വരാൻ പോകുന്നു എന്നുകൂടി മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ ഉയരുക തന്നെ ചെയ്യും. രണ്ടാമത്തെ നമ്പറായ 9 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പുതിയ ആശയങ്ങൾ പലതും മനസ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ ആശയങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ലാഭകരമായി മാറുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായി മാറാവുന്നതുമാണ്. പല കാര്യങ്ങളിലും വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇത്തരം ആശയങ്ങൾ നിങ്ങൾക്ക് സഹായകരമായി തീരും. ദൃഢനിശ്ചയം നിങ്ങളുടെ വിജയത്തിന് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. പലപ്പോഴും പല തിരിച്ചടികളും നേരിടേണ്ടതായി വരും എങ്കിൽ പോലും ആ തിരിച്ചടികളിൽ പതറാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യങ്ങൾ കൃത്യതയോടെ തന്നെ ചെയ്യുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരാവുന്നതാണ്. പല കാര്യങ്ങളിലും അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട്. അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാനും സാധിക്കുന്നതായ അവസരങ്ങളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല വ്യക്തികളുടെ സഹായത്താലും ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ചിലർ നൽകുന്നതായ സഹായം, ഉപദേശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധ്യത വർദ്ധിക്കുന്നതാകുന്നു. ധീരതയുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിശ്ചയദാർഢ്യമുള്ളവരാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും തോറ്റു എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ പരാജയം കൺമുൻപിൽ നിന്നാലും നിങ്ങൾക്ക് വിജയം നേടിയെടുക്കുവാൻ ഭാവിയിൽ സാധിക്കും. സാഹസികത ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത് നിങ്ങൾക്ക് നഷ്ടങ്ങളും പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വെല്ലുവിളികൾ പലതും ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. വിജയത്തിലേക്ക് എത്തുവാൻ പല കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായി വരാം. അതിനാൽ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും താൽക്കാലികം മാത്രമാകുന്നു. ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ആത്മവിശ്വാസം നിങ്ങളുടെ ജീവിതത്തിലുള്ളവർ തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് ഒന്ന് ചിന്തിക്കാതെ തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കുന്നതാകുന്നു. പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ വന്നു ചേരുക. അതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏത് കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ചില വ്യക്തികളുടെ സഹായം കൂടി ഉള്ളതിനാൽ വിജയങ്ങൾ എളുപ്പമാക്കുവാൻ സാധിക്കുന്നതാകുന്നു. പല കാര്യങ്ങളിലും പിടിവാശി നിങ്ങൾക്കുണ്ട്. അത് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. ചില കാര്യങ്ങളിൽ പകുതി വെച്ച്
പിന്നോട്ടു പോകുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. എല്ലാ കാര്യത്തിലും വ്യക്തമായ തീരുമാനങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരണം. ദൃഢനിശ്ചയമുള്ളവരായതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉറച്ച മനസ്സോടെ നിൽക്കുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സ്വന്തം കാലിൽ നിൽക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം സ്വതന്ത്രമായി തന്നെ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിങ്ങൾക്ക് സാധിക്കും. പെട്ടെന്ന് മനസ്സ് അലിയുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ മറ്റുള്ളവർ നിങ്ങളെ മുതലെടുക്കുവാനുള്ള സാധ്യതകളും മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക.